രാമായണശീലുകൾക്കൊപ്പം ഒരു കർക്കിടകം കൂടിയെത്തി. വിശ്വാസത്തിന്റെയും ജീവിതചര്യയുടെയും കൂടിച്ചേരലാണ് മലയാളിക്ക് കർക്കിടക മാസം. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ 30 ദിവസത്തേക്ക് വീടുകളിൽ രാമായണ പാരായണം നടക്കും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ. ഭക്തിയുടെയും തീർത്ഥാടനത്തിന്റെയും പുണ്യമാസത്തിൽ തുഞ്ചന്റെ കിളിമകൾ ചൊല്ലും കഥകൾക്കായി മലയാളികൾ ഇന്നു മുതൽ കാതോർക്കാൻ തുടങ്ങി. വീടുകളിൽ രാമനാമ ധ്വനി മുഴങ്ങുന്ന ധന്യമാസമാണ് കർക്കിടകം. ശ്രീരാമന്റെ യാത്രകളാണ് രാമായണം. മലയാള വർഷത്തിന്റെ അവസാന മാസം കൂടിയാണ് കർക്കിടകം. കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന പഴമക്കാർ നെൽപ്പാടങ്ങളിൽ ജോലി ചെയ്തും വിതച്ചും കൊയ്തും കിട്ടുന്നതുകൊണ്ട് അനുഷ്ഠിച്ചു ജീവിച്ചു പോന്ന മാസം. കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്താൻ അവർ പ്രാർത്ഥനകളിൽ മുഴുകി. പഴമയുടെ ഓർമ്മയിൽ മലയാളികൾ ഇന്നും കർക്കിടകത്തെ രാമായണ മാസമായി ആചരിച്ചു വരികയാണ്. വിശ്വാസത്തിന്റെ പരിവേഷം നൽകി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ഒരു മാസം വായിക്കും. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംബോബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കർക്കിടകം 1 തുടങ്ങി മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണമെന്നാണ് വിശ്വാസം. കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളുമായാണ് രാമായണ മാസാചരണം തുടങ്ങിയത്. അടുത്ത 11 മാസങ്ങളിലേക്കുള്ള ആരോഗ്യ പരിചരണത്തിനു കൂടിയാണ് കർക്കിടകത്തിൽ തുടക്കമാകുന്നത്. ആയുർവേദ വിധിപ്രകാരം ഔഷധസേവയ്ക്കും ഉഴിച്ചിലിനും പിഴിച്ചിലിനും പറ്റിയ കാലം കൂടിയാണിത്. താളും തകരയും ഉൾപ്പെടെ ഇലക്കറികൾ കഴിച്ച് ഔഷധക്കഞ്ഞി കുടിച്ച് ആരോഗ്യ സംരക്ഷണം, രോഗങ്ങളെ പ്രതിരോധിക്കാൻ മനസ്സിനും ശരീരത്തിനും പരിചരണം നൽകുന്ന കാലം. പൊതുവെ ക്ഷേത്രങ്ങളിൽ വിവിധ പരിപാടികളോടെയാണ് രാമായണ മാസം ആചരിക്കുന്നത്. നാലമ്പല ദർശനവും കർക്കിടക മാസത്തിലെ മാത്രം പ്രത്യേകതയാണ്. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ.